കേരളത്തിലെ പോലീസിന് എന്ത് ക്രമസമാധാന പ്രശ്നവും വളരെ തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിയും. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. എന്നാൽ അത് നമ്മുടെ സമൂഹം അംഗീകരിക്കുന്ന പൊതു ക്രമസമാധാന ചട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം. അത് പരിഹരിക്കാൻ കഴിയാത്തോ കൈകാര്യം ചെയ്യാൻ കഴിയാത്തോ ആയിട്ടൊരു വിഷയമേ അല്ല. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒഴിവാക്കാൻ എങ്ങനെ പാർട്ടി പ്രവർത്തകർ ഇത്തരത്തിൽ നടപടിയെടുത്ത ഒരാൾക്കെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങളെ അത് കേരളത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും അറിഞ്ഞുകൂടാ. അവിടുത്തെ ആളുകൾ സ്റ്റേറ്റ് സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും അത് സംബന്ധിച്ച് വിശദീകരിക്കുന്നതായിരിക്കും ഉചിതം. പൊതുസമൂഹത്തിനുണ്ടായിരിക്കുന്ന ഒരു അവ്യക്തത അത് നീക്കുന്നതിനുള്ള ഇടപെടലുണ്ടാവും. ഞാൻ ഈ മാധ്യമങ്ങളിലൂടെല്ലാം വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് പലതരത്തിൽ വ്യാഖ്യാനങ്ങളുണ്ട്, ആഖ്യാനങ്ങളുണ്ട്. അത് സംബന്ധിച്ച് ജനങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും അത് അനായാസേന ദൂരീകരിക്കാൻ പാർട്ടിക്ക് കഴിയും, പാർട്ടിയുടെ കേരള സംസ്ഥാന നേതൃത്വത്തിന് കഴിയും. തെരഞ്ഞെടുപ്പ് അടുക്കവേ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമായിട്ട് തന്നെയാണ് ജില്ലാ കമ്മിറ്റി അംഗം ഇത്തരത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തെ പുറത്താക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം സത്യം വിളിച്ചു പറയുന്ന ആളുകളെ പുറത്താക്കുന്നതാണോ പാർട്ടി നയം എന്നാണ് പ്രതിപക്ഷമൊക്കെ ചോദിക്കുന്നത്. അല്ല, ഈ പറഞ്ഞത് പാർട്ടി ഇതിനെക്കുറിച്ച് നൽകുന്ന വിശദീകരണം സത്യമല്ല. പാർട്ടിയിലുള്ള ഒരു വ്യക്തി പറഞ്ഞതാണ് സത്യം എന്ന നിലയിലേക്ക് കാണണ്ട. അദ്ദേഹം തന്നെ ഈ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് അവിടെ സമർപ്പിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം തന്നെ പങ്കെടുത്ത കമ്മിറ്റിയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാസ്റ്ററും കൂടി പങ്കെടുത്തിട്ട് ഇത് വിശദീകരിച്ചതാണ്. അത് അദ്ദേഹം ആ കമ്മിറ്റി യോഗത്തിൽ ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ. അപ്പോൾ ഇതിനൊക്കെ ശേഷമാണ് ഈ പുതിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണുള്ളതെന്നുള്ളതും കൂടുതൽ പരിശോധിക്കാവുന്നതാണ്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കുകളെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട കാര്യമില്ല. കാര്യം പാർട്ടിയിലൊരു സംവിധാനമുണ്ട്. കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റിയും അതിനെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയും ഈ കണക്കുകൾ മുഴുവൻ സൂക്ഷ്മമായി കുറ്റമറ്റ രൂപത്തിൽ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പാർട്ടി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ജില്ലാ കമ്മിറ്റി അംഗം ഒരു വിമർശനം ഉന്നയിക്കും, പത്രസമ്മേളനം നടത്തുമെന്നൊന്നും മുൻകൂട്ടി കണ്ടിട്ടല്ല. ജനുവരി 16, 17, 18 തീയതികളിലാണ് കേന്ദ്ര കമ്മിറ്റി നടന്നത്. ആ കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച ഒരു രേഖ എങ്ങനെ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള കണക്കുകൾ വളരെ കൃത്യമായി സൂക്ഷ്മമായി പരിപാലിക്കണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഗവൺമെൻറ്റിനും അത് സമർപ്പിക്കേണ്ടതുണ്ട് ആ കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ ഇക്കാര്യങ്ങളിൽ മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കൃത്യമായ ഒരു പ്രവർത്തന രീതി, കണക്കുകൾ സൂക്ഷിക്കുന്ന രീതി, പാർട്ടി കമ്മിറ്റികളിൽ കണക്കുകൾ കാലാകാലങ്ങളിൽ അവതരിപ്പിക്കുന്ന രീതി, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട്. പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചത്, പത്മ പുരസ്കാരത്തിന് അർഹനായി. അപ്പോൾ VS അരുൺകുമാർ അത് പാർട്ടിയുമായിട്ട് ആലോചിച്ചത് വാങ്ങണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമുള്ളതായിട്ട് CPM കാണുന്നുണ്ടോ? അല്ല, ഈ അവാർഡുകൾ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്കാണ്, മാധ്യമപ്രവർത്തകർക്കാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയുക. VSനെ സംബന്ധിച്ചിടത്തോളം VSൻ്റെ സംഭാവന നമ്മുടെ സമൂഹത്തിന് എത്രമാത്രം മൂല്യവത്തായതാണ് എന്ന് സകലർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനൊരു അവാർഡ് പ്രഖ്യാപിക്കാനൊരു ഗവൺമെൻറ് തയ്യാറായാൽ പിന്നെ അതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനൊന്നും ഞങ്ങൾ തയ്യാറല്ല. കാരണം മുമ്പ് പല ഗവൺമെൻറ്റുകളും, ഉദാഹരണത്തിന് കോൺഗ്രസ് ഗവൺമെൻറ് തന്നെ CPIMലെ വളരെ ഉന്നതരായ നേതാക്കന്മാർക്ക് ഇതുപോലുള്ളതും ഇതിനേക്കാളും അപ്പുറത്തുള്ളതും ഒക്കെ ആയിട്ടുള്ള അവാർഡുകൾക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, ഈ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അവാർഡിന് അർഹരാകുന്നവരെ വിളിച്ച് ഞങ്ങളിങ്ങനെ ഒരു അവാർഡ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങളത് സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നൊരു സമ്പ്രദായവും ചില ആളുകളുടെ കാര്യങ്ങളിലുണ്ട്. ചിലരുടെ കാര്യത്തെ അവർ ചോദിക്കില്ലായിരിക്കും. കാര്യം അവർക്ക് തന്നെ അറിയായിരിക്കും ഇത് സന്തോഷം അവർ സ്വീകരിക്കുമെന്ന്. കാര്യം എന്തുകൊണ്ട് എനിക്ക് ഈ അവാർഡ് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അന്വേഷണം നടക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഇതുപോലെ അവാർഡ് സഖാവ് EMSന്, സഖാവ് ജ്യോതിബാസുവിന്, സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്തിന്, അതുപോലെ തന്നെ സഖാവ് ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക്, ഇവർ 4 പേരുമാണ് ഇക്കാര്യത്തിൽ അതിപ്രസിദ്ധരായിട്ടുള്ളവർ. പക്ഷേ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ MB പരമേശ്വരനും ഇത് പ്രഖ്യാപിച്ചിരുന്നു, അദ്ദേഹവും നിരസിച്ചു. ഈ പറഞ്ഞ 4 പേരും പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലുണ്ടായിരുന്ന ഈ 4 പേരും അവർക്ക് ഈ അവാർഡ് ഉണ്ട് എന്നറിയിച്ചപ്പം അവാർഡ് നിങ്ങളിങ്ങനെ തീരുമാനിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷേ പാർട്ടിയുടെ ഭാഗമായി പൊതുപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു പുരസ്കാരം തരുമ്പോൾ അത് അങ്ങനൊരു പുരസ്കാരം സ്വീകരിക്കാൻ ഉദ്ദേശിച്ചുള്ള പ്രവർത്തനമല്ല ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം. അതുകൊണ്ട് ഞങ്ങൾ വിനയപൂർവ്വം ഈ അവാർഡ് സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ് എന്നാണ് ഇവർ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത്.
അത് അവർ ഓരോരുത്തരുടെയും തീരുമാനമാണ്. അവരുടെ പാർട്ടി ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞതാണ്. പാർട്ടിയോട് ചോദിച്ചിട്ടോ അങ്ങനെ പറയണമെന്ന് പാർട്ടി പറഞ്ഞിട്ടോ അല്ല. അവരുടെ പാർട്ടി ധാരണയനുസരിച്ച് അവർ വിസമ്മതിച്ചു എന്നുള്ളതും പൊതുമണ്ഡലത്തിന് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സാർ VS ജീവിച്ചിരിപ്പില്ല. അപ്പം സാർ VS ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? തന്നെ തിരഞ്ഞെടുത്തതിന് നന്ദി പറഞ്ഞിട്ട് പക്ഷേ ഞങ്ങളിങ്ങനെ ഒരു അവാർഡ് സ്വീകരിക്കുന്ന രീതിയില്ല എന്ന് VS പറയുമായിരുന്നു. ഇപ്പോൾ VSൻ്റെ കുടുംബമാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. അപ്പോൾ കുടുംബം സന്തോഷം പ്രകടിപ്പിച്ചു. പിന്നെ ഗോവിന്ദൻ മാഷ് പറഞ്ഞു VSനെ അംഗീകരിച്ചതിനകത്ത് സന്തോഷമുണ്ട്. അതിനി വാങ്ങണോ വേണ്ടയോ എന്നുള്ള രണ്ടാമത്തെ ഭാഗമുണ്ട്. ആ രണ്ടാമത്തെ ഭാഗം എന്ത് വേണമെന്നുള്ളത് കുടുംബം ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. പിന്നെ കുടുംബമാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ 4 പേരും ഇത് പിന്നെ സംബന്ധിച്ചത് അവരവരുടെ തീരുമാനമാണ്. പിന്നെ ഈ അവാർഡിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഈ അവാർഡുകളെല്ലാം കൊടുക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഡോക്ടർ M. ലീലാവതി ടീച്ചർ 100-നടുത്ത പ്രായമായി. ശ്രീ T. പത്മനാഭൻ 98 വയസ്സായി. അഭിനയത്തിലെ അപൂർവ പ്രതിഭ കലാമണ്ഡലം ഗോപിയാശാൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ അവാർഡ് നിർണയ സമിതി ഇവരെയൊന്നും എന്തുകൊണ്ട് കണ്ടില്ല? കണ്ടവർക്കാർക്കെങ്കിലും അർഹതയില്ലെന്ന് പറയാനല്ല. പക്ഷെ ഇങ്ങനെയുള്ള അർഹതപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരിൽ ചിലരാണ് അംഗീകരിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഈ 3 പേരാണ്, ലീലാവതി ടീച്ചറും ശ്രീ T. പത്മനാഭനും പപ്പേട്ടനും അതുപോലെ ഗോപിയാശാനും. വേറെയും ഇതിൻ്റെ കൂട്ടത്തിൽ പറയാവുന്ന വേറെ ഇനി പേരുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഞാൻ പറയാൻ കാരണം പൊതുമണ്ഡലം നിങ്ങളൊക്കെയാണല്ലോ ഇതിനകത്ത് അഭിപ്രായം രൂപീകരിക്കേണ്ടത്. അല്ല, VSൻ്റെ കാര്യവും ജ്യോതിബാസുവിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം അവരെല്ലാം നിരസിച്ചതുപോലെ VS ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും VS അത് തന്നെ ആയിരിക്കും പറയുക. ഇനിയിപ്പോൾ എന്ത് വേണമെന്നുള്ളത് കുടുംബമാണ് തീരുമാനം.